Hello everyone. Welcome to our channel Spicy and Pastry. ഇന്നൊരു വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ വീക്കെൻഡ് വിസിറ്റ് ചെയ്ത സ്ഥലമായിരുന്നു ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയം. ഇവിടെ എൻട്രി ഫീ അഡൾട്ട്സിന് 50 റുപ്പീസും ബിലോ 12 ഇയേഴ്സ് 25 റുപ്പീസുമാണ്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഇതുപോലെ പലതരം മിസൈൽസും അതൊക്കെ കാണും. വാർ ടൈമിൽ യൂസ് ചെയ്തിരിക്കുന്ന പലതരം മിസൈൽസും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഷിപ്പിൻ്റെ മോഡൽസാണ്. ഈ കാണുന്നത് ബങ്കേഴ്സാണ്. സെക്കൻഡ് വേൾഡ് വാർ ടൈമിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ബങ്കേഴ്സ് ഇവർക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കാരണം അത് തന്നെ മ്യൂസിയം ആക്കി മാറ്റിയേക്കുവാണ്. അപ്പോൾ ഇതൊക്കെ ഷിപ്പിൽ ഉള്ള സാധനങ്ങളാണ്. ഇതുപോലത്തെ ഷിപ്പിൻ്റെ മോഡൽസും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഉള്ളിൽ. പിന്നെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന മാപ്പും അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഷിപ്പിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. ഇനി ഇതുപോലെ വോളിൽ പ്രൊജക്റ്റ് ചെയ്ത് ഇരിക്കുന്ന രീതിയിലാണ് ഷിപ്പും സബ്മറീന് അങ്ങനത്തെ ഒക്കെ മോഡൽസ് വെച്ചേക്കുന്നത്. അതുപോലെ പണ്ട് നടന്ന കാര്യങ്ങളും സ്പൈസ് ട്രേഡും അങ്ങനത്തെയൊക്കെ ഇതുപോലെ ഒന്ന് വോളയിൽ പ്രൊജക്റ്റ് ചെയ്ത് ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തും അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഇതുപോലെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൺസ് എങ്കിലും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിച്ചത്. ഇപ്പോൾ പിള്ളേർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഹിസ്റ്ററി അറിയാൻ പറ്റും. ഇന്ത്യൻ നേവിയുടെ ഇമ്പോർട്ടൻസും വാർ ടൈമിലൊക്കെ എന്തൊക്കെ യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻസും ഒക്കെ നമുക്ക് പിള്ളേർക്കും ഷെയർ ചെയ്യാൻ പറ്റും, നമുക്കും അറിയാനായിട്ട് പറ്റും. ഈ നേവി, എയർഫോഴ്സ്, പിന്നെ ഇന്ത്യൻ ആർമി ഇവരൊക്കെ ഒരു വാർ വരുമ്പോൾ എന്തോരം കഷ്ടപ്പെടും അല്ലേ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് നമ്മളും ശ്രമിക്കണം. അപ്പോഴേ അവരുടെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്കറിയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ബങ്കറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതാണ് അടുത്ത ബങ്കർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഷിപ്സിൻ്റെ മോഡൽസൊക്കെ, ഇത് INS വിക്രാന്ത്. അപ്പം ഇതൊക്കെ അതിൻ്റെ മോഡലാണ് ഈ കാണുന്നത്. എയർക്രാഫ്റ്റ് കാരിയറാണ്. ഞാനും എൻ്റെ ബ്രദറും കുഞ്ഞിലെ ഈ ഷിപ്പിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ കിട്ടി ഇത് കണ്ടപ്പോഴത്തേക്ക്. എൻ്റെ ഡാഡി നേവൽ ഡോക്യാർഡിലാണ് വർക്ക് ചെയ്തത്. അപ്പം ഈ പലതരം ഇവിടെ കണ്ട മോഡൽസിൻ്റെ പല ഷിപ്സിൻ്റെയും ഒറിജിനൽ ഷിപ്പിലും സബ്മറീനിലും ഒക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നല്ലൊരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് വേണം പറയാം. അതൊക്കെ ഞങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റി. എൻ്റെ ഡാഡി ഞങ്ങളെ എവ്രി ഇയർ ഒരു ദിവസം ഫാമിലീനെ കൊണ്ടുപോകുന്ന പറ്റിയ ദിവസം ഉണ്ടായിരുന്നു നേവൽ ഡോക്യാർഡിൽ. അപ്പോൾ എന്നെയും ബ്രദറിനെയും ഒക്കെ കൊണ്ടുപോകായിരുന്നു. സോ ആ ടൈമിൽ ഞങ്ങൾക്ക് ഷിപ്പിലും സബ്മറീനിലും ഒക്കെ കയറാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നേവി ഓഫീസേഴ്സിനെയും ഒക്കെ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം പേഴ്സണലി എനിക്ക് നേവി ഷിപ്സൊക്കെ കാണാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു പിള്ളേരെക്കാട്ടിലും കൂടുതലായിട്ട് എക്സൈറ്റഡായ ഞാനായിരുന്നു. ബിക്കോസ് ആ കുഞ്ഞിലെ കണ്ട ആ ഓർമ്മകളും ഒക്കെ എനിക്ക് വന്നു. അപ്പം ഞാൻ പിള്ളേരുടെ അടുത്തും ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ ആ മെമ്മറീസൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ ഇവിടെ പലതരം റിവോൾവേഴ്സും പിന്നെ ബാഡ്ജസ്, നേവി ആൾക്കാർ യൂസ് ചെയ്യുന്ന ബാഡ്ജസും അതൊക്കെ കാണാൻ പറ്റി. ഇതുപോലെ ഗണ്ണ്, സ്വാഡ്, അങ്ങനെ ബൈനോക്കുലേഴ്സ്, അവർ യൂസ് ചെയ്തിരുന്ന ബൈനോക്കുലേഴ്സ്, അങ്ങനെ എല്ലാം ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് അവരിടുന്ന യൂണിഫോം, പലതരം യൂണിഫോമാണ്.
ഇവിടെ നിന്ന് നെക്സ്റ്റ് റൂമിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കുറേ ഇൻഫർമേഷൻസ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നേവിയുടെ എയർക്രാഫ്റ്റിൻ്റെ ഒരു ഡിസ്പ്ലേയും വെച്ചിട്ടുണ്ട്. പലതരം മൈൻസും അങ്ങനെയൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഭാഗം വരുമ്പോഴേക്കും ഇവിടെ നേവിയുടെ ഒറിജിനൽ ഒരു ബോട്ടും ഉണ്ട്, ഒരു ഹെലികോപ്റ്ററും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെടിവെക്കാൻ യൂസ് ചെയ്തിട്ടുള്ള പല സൈസിലുള്ള ഗൺസ് ആണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കൂടുതലും നേവിനെ കുറിച്ച് അറിയാനും പറ്റും. ഈ സെക്ഷൻ വരുമ്പോൾ ഇവിടെ വേറെ ഒന്നും ഡിസ്പ്ലേക്ക് വെച്ചിട്ടില്ല, പക്ഷേ ഓരോ ഷിപ്പിൻ്റെ ഇൻഫർമേഷൻസാണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പം പിള്ളേർക്കും ഹാപ്പിയായി, ഞങ്ങൾക്കും ഹാപ്പിയായി. അപ്പോൾ ആർക്കെങ്കിലും വിസിറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കണ്ടോളൂ. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഫോർട്ട് കൊച്ചിയിലാണ് സ്ഥലം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.